ഹായ് ഓൾ, വെൽക്കം ടു വൺസ്. ഇന്നത്തെ സെഷനിൽ നമ്മൾ റെസിസ്റ്റേഴ്സിൻ്റെ കളർ കോഡിങ്ങിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, റെസിസ്റ്ററിൻ്റെ കളർ കോഡിങ്, അതേമാതിരി തന്നെ അതിൻ്റെ ലെറ്റർ ഇപ്പോൾ 1K7 ഇൻഡിക്കേറ്റ്സ് 1.7 Ohm, അങ്ങനത്തെയൊക്കെ എങ്ങനെയാണ് അതിൻ്റെ റൂൾസ് എന്നാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ റെസിസ്റ്റർ കളർ കോഡ്. ഓക്കെ, റെസിസ്റ്റർ കളർ കോഡ് നമുക്കറിയാം, BB Roy ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ ഹാസ് എ ബ്യൂട്ടിഫുൾ വെരി ഗുഡ് വൈഫ് എന്നാണ് നമ്മൾ ഓർത്ത് വെക്കാൻ പറയുന്ന സെൻറ്റൻസ്. അതായത് ബ്ലാക്ക്, brown, red, orange, yellow, green, blue, violet, grey, white and none. Okay, ഇതാണ് BB Roy of Great Britain has a beautiful very good wife. ഓക്കെ, അന്ന് പറയുന്ന ആ സെൻറ്റൻസിൽ നമ്മൾ ഓർക്കുന്നത് അതിൽ 0 തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. 0, 1, 2, 3, 4, 5, 6, 7, 8 and 9. ഓക്കെ, സോ ഇതാണ് ജനറലി നമ്മൾ ഓരോ കളർ കോഡിൻ്റെ ആ വാല്യൂ, മീൻസ് ഇന്ന കളറാണെങ്കിൽ ഏതാണ് വാല്യൂ നോക്കുന്നത്. ഇനി റെസിസ്റ്റേഴ്സ് നമ്മൾ ബാൻഡ്സ് കണ്ടിട്ടുണ്ട് അല്ലേ. ഫോർ എക്സാമ്പിൾ ഈ റെസിസ്റ്റർ എടുക്കുകയാണെങ്കിൽ 4 ബാൻഡാണുള്ളത്. 4 ബാൻഡ് കോഡ് എന്ന് പറയും. 4 ബാൻഡ് കോഡും ഉണ്ട്, നമുക്ക് 5 ബാൻഡ് കോഡും ഉണ്ട്. താഴെ കാണിച്ചിരിക്കുന്ന എത്ര ലൈൻസ് ഉണ്ട്? 5 ലൈൻസ് ഉണ്ട് അല്ലേ. ഓക്കെ, സോ ഫസ്റ്റ് ലെറ്റർ, ഫസ്റ്റ് 2 എന്ന് പറയുന്നത് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഡിജിറ്റിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് 4 കോഡ് ബാൻഡിൽ ഫസ്റ്റ് 2 ഡിജിറ്റ്സിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. തേർഡ് ഇസ് ഫോർ മൾട്ടിപ്ലയർ ആൻഡ് ഫോർത്ത് ബാൻഡ് ഇസ് ഫോർ ടോളറൻസ്. ഓക്കെ, ടോളറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു എന്താ പറയുക 20 Ohm അല്ലെങ്കിൽ 2.2K Ohm എന്നാണ് കിട്ടിയെന്ന് വിചാരിക്കുക. അതിൻ്റെ കൂടെ ഒരു പ്ലസ് ഓ മൈനസ് 5%, 10%, 20% അങ്ങനെ ഇൻഡിക്കേറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, അതാണ് ലാസ്റ്റത്തെ ബാൻഡ്, ടോളറൻസ് ബാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഇസ് ദ ടോളറൻസ് ബാൻഡ്. റൈറ്റ് മോസ്റ്റ് എൻഡിലുള്ളത്, നമ്മൾ ഈ റെസിസ്റ്റർ പിടിക്കുമ്പോൾ റൈറ്റ് മോസ്റ്റ് എൻഡിലുള്ളതാണ് എന്താണ് ടോളറൻസ് ബാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിനകത്ത് വാട്ട് യു കോൾ 5 ബാൻഡ് എന്ന് പറഞ്ഞു. 4 ബാൻഡ് മാത്രമല്ല 5 ബാൻഡ് ഉണ്ടെന്ന് പറഞ്ഞു. 5 ബാൻഡിൽ എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് 3 ബാൻഡ്സ് ഡിജിറ്റ്സിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുക. ആൻഡ് 4th one is for multiplier and 5th one is for എന്താ പറയുക ടോളറൻസ് ബാൻഡ്. സോ ടോളറൻസ് ബാൻഡ് ഞാൻ പറഞ്ഞു, നമുക്ക് 10%, 5%, 20%, 1%, 2%, ഓരോന്നിനും ഓരോ കളേഴ്സ് ഉണ്ട്. ഓക്കെ, സോ 10% ആണെങ്കിൽ, സിൽവർ കളർ ആണെങ്കിൽ ദ ടോളറൻസ് ബാൻഡ് ഇസ് 10%. ആൻഡ് ഫോർ ഗോൾഡ്, ഒരു മിനിറ്റ്, സിൽവറിന് 10, ഗോൾഡിന് ഇറ്റ് ഇസ് പ്ലസ് ഓർ മൈനസ് 5%. ദെൻ ബ്രൗൺ കളർ ആണ് വന്നെങ്കിൽ ഇറ്റ് ഇസ് പ്ലസ് ഓർ മൈനസ് 1%. ആൻഡ് ഫോർ റെഡ് കളർ ഇറ്റ് ഇസ് പ്ലസ് ഓർ മൈനസ് 2%. സപ്പോസ് ഒരു ബാൻഡും ഇൻഡിക്കേറ്റ് ചെയ്തിട്ടില്ല ടോളറൻസ് ബാൻഡിൻ്റെ അവിടെ, അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ഇറ്റ് ഇസ് പ്ലസ് ഓർ മൈനസ് 20%. ഓക്കെ, അപ്പം ഓർത്ത് വയ്ക്കുക, പ്ലസ് ഓർ ബ്രൗൺ ആണെങ്കിൽ പ്ലസ് ഓർ മൈനസ് 1%, ഫോർ റെഡ് ഇറ്റ് ഇസ് പ്ലസ് ഓർ മൈനസ് 2%, ഫോർ ഗോൾഡ് ഇറ്റ് ഇസ് പ്ലസ് ഓർ മൈനസ് 5%, and for silver it is plus or minus 10%. If no color is indicated, it means it is plus or minus 20% ആണ് അതിന്റെ ടോളറൻസ് എന്നാണ്. ഓക്കെ, സോ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇവിടെ കൊടുത്തിരിക്കുന്ന 4 ബാൻഡ് റെസിസ്റ്റർ. ഓക്കെ, ഫസ്റ്റ് കളർ എന്താണ്? ഇറ്റ് ഇസ് ഗ്രീൻ. ഗ്രീൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് എന്താ പറയാ കറസ്പോണ്ട്സ് ടു 5. ബ്ലൂ എന്ന് പറയുന്നത് ഇറ്റ് കറസ്പോണ്ട്സ് ടു 6. ഓക്കെ, 56. ആൻഡ് ദ തേർഡ് ബാൻഡ് വിൽ ബി ദ മൾട്ടിപ്ലയർ അല്ലേ. മൾട്ടിപ്ലയർ ആണ് തേർഡ് ബാൻഡ്. അപ്പോൾ അതെന്താണ്? ഇൻറ്റു 10 raised to ഓറഞ്ച്. ഓറഞ്ച് എന്ന് പറയുന്നത് കളർ വരുന്നത് ഇറ്റ് ഇസ് 3. ഓക്കെ, ഓറഞ്ച് ഇസ് കറസ്പോണ്ടിങ് ടു ദ നമ്പർ 3. അപ്പോൾ 10 raised to 3 ആണ്. സോ 56 into 10 raised to 3. ആൻഡ് ലാസ്റ്റ് കളർ വാസ് ഗോൾഡൻ. ഓക്കെ, ഗോൾഡൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് പ്ലസ് ഓർ മൈനസ് 5%. അപ്പോൾ 56 കിലോ ഓം ആണ്, പ്ലസ് ഓർ മൈനസ് 5%. ഇതാണ് ഈ കളർ ഡീകോഡ് ചെയ്ത ഇതിന്റെ ഓമിക് വാല്യൂ വരിക. നെക്സ്റ്റ് ഇവിടെ നോക്കുകയാണെങ്കിൽ 5 ബാൻഡ് ആണ് അല്ലെ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് യെല്ലോ ആണ്, ദാറ്റ് ഇസ് 4. ആൻഡ് വയലറ്റ് ഇസ് 7. ആൻഡ് ബ്ലാക്ക് ഇസ് 0, 470. ആൻഡ് 5 ബാൻഡിന്റെ പ്രത്യേകത എന്താ? ഫസ്റ്റ് 3 കളേഴ്സും ഡിജിറ്റ്സിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന. ഫോർത്ത് ബാൻഡ് വിൽ ബി ദ മൾട്ടിപ്ലയർ, ദാറ്റ് ഇസ് റെഡ് ഇസ് 10 raised to 2. റെഡ് ഇസ് 2, അപ്പോൾ 10 raised to 2 മൾട്ടിപ്ലയർ ആണ്. ദെൻ ബ്രൗൺ എന്താ പറഞ്ഞത്? പ്ലസ് ഓർ മൈനസ് 1% ആണ് ടോളറൻസ്. സോ 470 into 10 raised to 2 നമുക്ക് എങ്ങനെ എഴുതാം? 47 kilo ohm plus or minus 1% is the
ടോളറൻസ്. സോ ഇങ്ങനെയാണ് ഡീകോഡ് ചെയ്യുക. നമുക്ക് കളർ ഡീകോഡിങ് പറയണം. അതിന് ആ ഒരു സെന്റൻസ് ഓർത്ത് വെക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും BBR റോയ് ആ ഒരു ഷോർട്ട് കട്ട് ഓർത്ത് വെക്കുക. ഏറ്റവും ഓർക്കേണ്ട കാര്യം ഫസ്റ്റ് വൺ ഇസ് ബ്ലാക്ക് ബ്രൗൺ ആണ്. ഓക്കെ, ബ്രൗൺ ബ്ലാക്ക് എന്ന് തെറ്റിതാക്കരുത്. അപ്പോൾ 0 ഇസ് കറസ്പോണ്ടിങ് ടു ബ്ലാക്ക് ഓർത്ത് വെക്കുക. ദെൻ ടോളറൻസ് ബാൻഡിന്റെ വാല്യൂസ് ഓർത്ത് വെക്കുക. ടോളറൻസ് ബാൻഡിന്റെ അവിടെ ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ ഇറ്റ് ഇസ് കളർലെസ്, മീൻസ് ഇറ്റ് ഇസ് ±20%. ബ്രൗൺ ആണെങ്കിൽ ±1%, റെഡിനാണെങ്കിൽ ±2%, സിൽവർ ആണെങ്കിൽ ±10%, ആൻഡ് ഗോൾഡ് ഇസ് ±5%. ആ പെർസെൻറ്റേജ് ലെവൽ ഓർത്ത് വെക്കാം. നെക്സ്റ്റ്, ഇത് ജസ്റ്റ് ഈ സീരീസുകൾ, അതായത് E12 ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇഫ് റെസിസ്റ്റർ ഇസ് ഫ്രം E24 സീരീസ്, വാട്ട് ഇസ് ഇറ്റ്സ് ടോളറൻസ് ബാൻഡ്? ബട്ട് E24 സീരീസ് ആണെങ്കിൽ അതിന്റെ ടോളറൻസ് ബാൻഡ് എന്ന് പറയുന്നത് ±5% ആണ്. E12 സീരീസ് ആണെങ്കിൽ അതിന്റെ ടോളറൻസ് ബാൻഡ് ±10% ആണ്. E6 ആണെങ്കിൽ ±20% ആണ്. അപ്പൊ സീരീസ് തന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് അതിന്റെ ടോളറൻസ് ബാൻഡ് എത്രയാണെന്നുള്ളത് വെച്ചാൽ ഓർത്ത് വയ്ക്കുക. ആകെ 3 ഓർക്കാനുള്ളൂ. E24 ഇസ് ±5, E12 ഇസ് ±10, ആൻഡ് E6 ഇസ് ±20. ഓക്കെ, നെക്സ്റ്റ്, ലെറ്റർ ഓർ ഡിജിറ്റ് കോഡ്. നമ്മളിപ്പോൾ പലപ്പോഴും കാണാറുണ്ട് R10 അല്ലെങ്കിൽ 2K7 എന്നൊക്കെ റെസിസ്റ്ററിനെ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പല സർക്യൂട്ട് ഡയഗ്രാംസിലൊക്കെ. അപ്പോൾ അത് എങ്ങനെയാണ് അതിനെ റീഡ് ചെയ്യാന്നാണ്, അതിൻ്റെ ഒരു കോഡ് എന്താണെന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ പല കോഡിംഗ് ഉണ്ട്. 5 ലെറ്റർ കോഡിംഗ് ഉണ്ട്, 2 ലെറ്റർ കോഡ്, അതായത് 2 ഫിഗേഴ്സ് ആൻഡ് ലെറ്റേഴ്സ്, 3 ഫിഗേഴ്സ് ആൻഡ് ലെറ്റേഴ്സ്, 4 ഫിഗേഴ്സ് ആൻഡ് ലെറ്റേഴ്സ്. അത് ഓരോന്നിനും യൂസ് ചെയ്യും. അപ്പോൾ R എന്ന് പറഞ്ഞ ലെറ്റർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് 10⁻⁴ ഓക്കെ, ആൻഡ് K എന്ന് പറഞ്ഞാൽ 10⁻3, ആൻഡ് M is for 10⁻6. ഓക്കെ, നമുക്ക് എക്സാമ്പിൾ വെച്ച് നോക്കാം. 0.1 ഓമിനെ നമ്മൾ R10 വെച്ച് ഇൻഡിക്കേറ്റ് ചെയ്യും. ഓക്കെ, അതേമാതിരി 1.2 കിലോ ഓമിനെ നമ്മൾ 1K2 എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യും. 15,000 ഓമിന് 1.5 M. ഓക്കെ, സോ ഫോർ സിമെട്രിക്കൽ ടോളറൻസിനും ഇതുണ്ട്, what you call letter indications ഉണ്ട്. അതായത് ±5% ആണെങ്കിൽ it is indicated by J. ±5%നെ J വെച്ചും ±10%നെ 10% ടോളറൻസ് ആണെങ്കിൽ it is indicated with the letter K, and ±20% ആണെങ്കിൽ it is indicated with the letter M. Okay, J ±5% tolerance, K ±10% tolerance, M ±20% ടോളറൻസിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ 1.5 ഓം ±10% 1 വാട്ട് റെസിസ്റ്ററിനെ ലെറ്റർ കോഡഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു ±10% ആണെങ്കിൽ എന്താണ് K. ഓക്കെ, ദെൻ 1.5 ഓം ആണ്, അപ്പോൾ 1R5. ഓക്കെ, R എന്ന് പറയുന്നത് 10⁻⁴ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞിരുന്നു. 1R5 ആൻഡ് പവർ റേറ്റിംഗ് ഓഫ് ദ റെസിസ്റ്റർ 1 വാട്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് 330 ഓം. അടുത്തൊരു കേസ് 330 ഓം ±20%, 0.5 വാട്ട് ആണ്. ഓക്കെ, 330 ഓം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ±20%. ±20% എന്താ? M ആണ്. ഓക്കെ, സോ M, ദെൻ 330.5 ഒന്നും ഒന്നുമില്ല, 330 ആണ്. 330 R ഓം ആണ്. ഓക്കെ, 10⁻⁴. ആൻഡ് നമ്മൾ എന്ത് ചെയ്യണം? 0.5 വാട്ട് അതിന്റെ പവർ റേറ്റിംഗ്. അതായത് ഫസ്റ്റ് വൺ ലെറ്റർ കോഡിംഗിൽ ഫസ്റ്റ് ലെറ്റർ ഇൻഡിക്കേറ്റ്സ് ദ ടോളറൻസ് ബാൻഡിന്റെ, ദെൻ നമ്മുടെ റെസിസ്റ്റൻസിന്റെ വാല്യൂ, ദെൻ പവർ റേറ്റിംഗ്. ഓക്കെ, നെക്സ്റ്റ് 2.7K ±5%. ±5% വരുമ്പോൾ എന്താണ് ലെറ്റർ വരിക? ഇറ്റ് ഇസ് J. ദെൻ 2.7K എന്നാണ് പറഞ്ഞത്. അപ്പോൾ 2K7 and the rating of the resistor is power of the resistor is 2 watt. ഓക്കെ, ഇങ്ങനെയാണ് ഇൻഡിക്കേഷൻ വരിക. ഒരെണ്ണം കൂടെ 1 മെഗാ ഓം ±20%. അപ്പോൾ 1 മെഗാ ±20% എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് M, again M, then 1 മെഗാ ഓം ആണ്. സോ 1 M 1 watt. ഓക്കെ, സോ ലെറ്റർ കോഡഡിൽ ഫസ്റ്റ് ലെറ്റർ ഇൻഡിക്കേറ്റ്സ് ദ ടോളറൻസ് ബാൻഡ്. അതായത് 5%-ന് J, 10%-ന് K, 20%-ന് M. ദെൻ ദ വാല്യൂ ഓഫ് ദ റെസിസ്റ്റർ. അത് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, 1.7K ആണെങ്കിൽ 1K7 എന്ന് എഴുതാം, 2.5K ആണെങ്കിൽ 2K7 എന്ന് എഴുതാം,
വെറും 330 ഓം എന്നാണെങ്കിൽ 330R. ഈ 0.5 ഓം ആണെങ്കിൽ 0.1 ഓം ആണെങ്കിൽ R10 അങ്ങനെ. ഓക്കെ, സോ അങ്ങനെ ഇൻഡിക്കേറ്റ് ചെയ്ത് ലാസ്റ്റ് പവർ റേറ്റിംഗും കൂടെ ഇൻഡിക്കേറ്റ് ചെയ്യുക. സോ ഈ സെഷനിൽ നമ്മൾ കളർ കോഡിംഗ് ഓഫ് റെസിസ്റ്റേഴ്സ് ആണ് നോക്കിയിരിക്കുന്നത്. ബിബി റോയ് ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ ഹാസ് എ ബ്യൂട്ടിഫുൾ വെരി ഗുഡ് വൈഫ് എന്നുള്ള കോഡിൽ എക്കണോമി വെച്ചിട്ട് നമ്മൾ എന്താ കളേഴ്സിനെ ഓർത്ത് വയ്ക്കാൻ ഇതാക്കുന്നു. അതേമാതിരി തന്നെ ടോളറൻസ് ബാൻഡ് 5% ആണ്, എത്രയാണ്, 1% ആണെങ്കിൽ ഏത് കളറാണ്, അങ്ങനത്തെ കാര്യങ്ങളാണ് നോക്കിയത്. സോ വിത്ത് ദിസ് വി കൺക്ലൂഡ് ദിസ് സെഷൻ. See you in the next session with another topic. Thank you.